വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നേക്കുന്നത് നമുക്ക് തമ്പനയിൽ കണ്ട പോലെ തന്നെ ഈദ് കാർഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. ഞാൻ ജസ്റ്റ് ഇതിൽ ഫുൾ ട്യൂട്ടോറിയലും കാര്യങ്ങളും ഡൗട്ട് ക്ലിയറിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. മാത്രമല്ല നമ്മുടെ ചാനൽ പുതിയ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുന്നത് പിൻട്രസ്റ്റ് ആപ്പാണ്. പിൻട്രസ്റ്റ് ആപ്പിൽ പോയിട്ട് നമ്മൾക്ക് ആ ഒരു കിഡ്സിൻ്റെ ഒരു കാർട്ടൂൺ ഇമേജ് സെർച്ച് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ മുസ്ലിം ഈദ് മുബാറക് കിഡ്സിനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് വരുമല്ലോ. അങ്ങനെ ഞാൻ വന്നതിൽ ഇതാ ഈ ഒരു ടൈപ്പാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നത്. അതിന് പറ്റിയ ഗേളിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബോയുടെ അത് സേവ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗേളിൻ്റെയും സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ക്യാൻവ ആപ്പിലേക്ക് പോവാം. ക്യാൻവ ആപ്പിലേക്ക് പോയതിന് ശേഷം അപ്പോൾ ഞാനിപ്പോൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഞാൻ A5 ആണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ചെറിയ സൈസാലും ചൂസ് ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ കുറച്ച് ഫ്ലോറൽ ബോർഡർ വേണ്ടി സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എലമെൻസിൽ പോയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ടൈപ്പ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ബാക്ക് കൊടുത്തിട്ട് ഫ്ലോറലായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ വരുന്ന രീതിയിൽ അത് തന്നെ താഴെയും കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചാൽ പിൻട്രസ്റ്റിൽ പോയി എടുത്ത് വെച്ചാൽ ആ ഒരു ബോയുടെ ഇത് നമുക്ക് ആ ഒരു അവിടെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് പിൻട്രസ്റ്റിൽ പോയിട്ട് ഈദ് മുബാറക്കിൻ്റെ ആ ഒരു ലോഗോ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പിൻട്രസ്റ്റിൽ പോയിട്ട് ഈദ് മുബാറക്ക് എന്നാണ് അടിച്ചു കൊടുത്തത്. അതിനുശേഷം എനിക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു കാലിഗ്രഫി രീതിയിൽ വരാത്തതുകൊണ്ട് അതിൻ്റെ സെർച്ചിൻ്റെ അവിടെ ഇൻ അറബിക് എന്നും കൂടി അടിച്ചു കൊടുത്തപ്പോൾ നമുക്കൊരു കാലിഗ്രഫി രീതിയിലുള്ളതും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്തിട്ട് അതിനാ സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഗാലറിയിൽ പോയിട്ട് ഞാനിതൊന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോപ്പി ചെയ്തിട്ട് നേരെ പോയി നമ്മുടെ ക്യാൻവയിൽ പോയി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മേളിലെ ഭാഗത്തായിട്ട് നമുക്ക് ക്യാഷ് വെക്കുക മിഠായി വെക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ ഓരോരുത്തരെ ക്രിയേറ്റീവ് അനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഒരു ഷീറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു A3 ഷീറ്റിൽ എത്ര എണ്ണം വെച്ച് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് ബാക്ക് പോയിട്ട് A3 ഷീറ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. A3 ഷീറ്റിൽ പോയിട്ട് ഞാൻ ഈ ഒരു സെയിം കാർഡ് തന്നെയായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരണേ. നിങ്ങൾക്ക് അപ്പോൾ എത്ര എണ്ണം ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ വരുത്തുന്നത് ഒരു 12 സൈസുള്ള 12 കാർഡുകളാണ്. അതായത് നമുക്ക് അത്യാവശ്യം നല്ല സൈസ് കിട്ടുന്ന ഒരു ടൈപ്പാണ്. എന്ന് വെച്ചാൽ ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല, ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു സൈസ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ 12 കാർഡ് A3യിൽ ഒരു 12 കാർഡ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കാർഡിൻ്റെ നമ്പേഴ്സ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് ഒരു A3 ഷീറ്റിന് ഒരു 30 35 രൂപയൊക്കെ വരുള്ളൂ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.